കേന്ദ്ര സർക്കാരിനെതിരെ ആശാവർക്ക് CITUവിന്റെ നേതൃത്വത്തിൽ ദേശവ്യാപക പ്രതിഷേധത്തിന് തുടക്കം. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മേഘ ചേരുന്നു കോഴിക്കോട് നിന്ന്. മേഘ, എപ്പോഴാണ് സമരം ആരംഭിച്ചത്? മറ്റു വിശദാംശങ്ങൾ. രാജ്യവ്യാപക സമരം ഓരോ കേന്ദ്രങ്ങളിലായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 15 ഏരിയ കേന്ദ്രങ്ങളിലായാണ് സമരം നടന്നത്. കോഴിക്കോട് ഈ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU അഖിലേന്ത്യാ പ്രസിഡന്റ് PP പ്രേമ ഉള്ളിയേരി പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. നിരവധി ആവശ്യങ്ങൾ, അതായത് കാലാകാലങ്ങളായി പലതരത്തിൽ കേന്ദ്രം ഈ ആശമാരെ തഴയുന്നു. അത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, അതിനൊപ്പം മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF ഗ്രാറ്റുവിറ്റി നൽകുക, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി ഒത്തുചേർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കേന്ദ്രം പലപ്പോഴായി ഇതൊരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാൻ SUCയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നു. SUCയെ സമരത്തിന് പിറകിൽ പല ആളുകളും ചൂഷണം ചെയ്യുകയാണ്. അതിൽ ഏറ്റവും കേന്ദ്രത്തിന് മുൻപിൽ സമരം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ്. ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന SUCയിലെ സഹോദരിമാർ തങ്ങൾക്കൊപ്പം സമരം ചെയ്യാൻ, കേന്ദ്രത്തിന് മുൻപിൽ സമരം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നതാണ് ഇവിടെ കോഴിക്കോട് നടന്ന സമരത്തിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത്. ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് ഈ തിരുവനന്തപുരത്തെ സമരം എന്ന് അഖിലേന്ത്യാ സെക്രട്ടറി PP പ്രേമ പറയുന്നു. അതിന് ഒരു കാരണവശാലും സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിന് ഒരിക്കലും തങ്ങൾ കൂട്ടുനിൽക്കില്ല. ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടതെങ്കിൽ തങ്ങൾക്കൊപ്പം അണിചേർന്ന് നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിന് മുൻപിൽ സമരം ചെയ്യാം എന്നതാണ് ഈ PP പ്രേമ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ജോലി മുടക്കം ഇല്ലാതെ തന്നെ, അതായത് ഇന്നത്തെ ദിവസം വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും ആശമാരുടെ ജോലിയെ ബാധിക്കാത്ത രീതിയിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഏരിയ കേന്ദ്രങ്ങളിൽ നിരവധി ആശമാർ ഈ ജോലി മുടക്കം കൂടാതെ തന്നെ സമരത്തിൽ അണിചേർന്നു. ഈ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആളുകളോട് പ്രധാനമായും ഈ CITയുടെ നേതൃത്വത്തിൽ സമരകർത്തികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയുക, ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനമെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും, നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിന് മുമ്പിൽ സമരം ചെയ്യണം എന്നതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇത് ഒരു തുടക്കം മാത്രമാണ്. കാരണം മുൻപ് മുതൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും സമരങ്ങളും നടത്തിയാണ് പല ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇനിയും കേന്ദ്രം ഇതേ രീതിയിലുള്ള അവഗണന തുടരുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള സമരം സംഘടിപ്പിക്കുമെന്നും നിലവിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷമി, ആശമാരുടെ സമരം രാജ്യവ്യാപകമായി തുടരുകയാണ്. കോഴിക്കോട് നിന്ന് മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.